1, 2, 3, start. കഥാപ്രസംഗ കല അന്യം നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ അക്ഷരമാണിക്യത്തിന്റെ ഇതുവരെയുള്ള ജീവിതയാത്രയെ ഒരു കൊച്ചു കഥാപ്രസംഗമായി നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾക്കും ഞങ്ങളുടെ ഗുരു കാരണവന്മാർക്കും ഈ ഒരു കഥാപ്രസംഗം ഇവിടെ നടത്തുവാനായി അവസരം ഒരുക്കി തന്ന മലയാള മിഷന്റെ എല്ലാ പ്രവർത്തകർക്കും ഈ ഒരു വേദി വിട്ടുതന്ന NSKK സ്കൂളിന്റെ എല്ലാ ഭാരവാഹികൾക്കും ലൈറ്റ് ആൻഡ് സൗണ്ടിനും ആകാംക്ഷയോടെ ഞങ്ങളുടെ ഒരു കഥാപ്രസംഗത്തിനായി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ഈ ഒരു പരിപാടിയുടെ വിജയത്തിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഹൃദയത്തിന്റെ ഭാഷയാത്മയെ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു കഥാപ്രസംഗം ആർക്കെങ്കിലും അവരെ വ്യക്തിഹത്യ ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. വിനോദത്തിനായി കുറച്ച് നർമ്മം അധികമായി കൂട്ടിയിട്ടുണ്ട്. എല്ലാവരും അത് ആസ്വദിക്കുമെന്ന പ്രതീക്ഷയോടെ മലയാള മിഷൻ തെലങ്കാന ചാപ്റ്ററിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന ഞങ്ങളുടെ ഒരു കൊച്ചു കഥാപ്രസംഗം ഇവിടെ ആരംഭിക്കട്ടെ. ഈ ഒരു കഥാപ്രസംഗം എഴുതി തയ്യാറാക്കി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് കാഥിക ശ്രീമതി ടിസാബിനു. ഇന്ന് ഇവിടെ എന്നോടൊപ്പം സംഗീത സഹായം ശ്രീമതി പഞ്ചമി ബിബു, ഹാർമോണിയം ശ്രീമതി കുസുമ രാധാകൃഷ്ണൻ, തബല ശ്രീ ഭിനു MJ, കീബോർഡ് ശ്രീ KS രാധാകൃഷ്ണൻ. ഇന്ന് നമുക്കായി ടൈമിംഗ് വായിക്കുന്നത് കുമാരി എൻസലിൻ മേരി ബിനു. ഇന്ന് നമുക്കായി ഗിറ്റാർ കുമാരി ആമി ബിബു. നമുക്ക് ഇന്ന് തപ്പ് ശ്രീ ബിബു TS, ചിഞ്ചൽ ശ്രീ നിർമ്മൽ കൃഷ്ണ. ഇന്ന് നമ്മോടൊപ്പം ഒരു കൊച്ച് സുന്ദരിയും മുരുകൻ സാറിന്റെ ചെറിയൊരു വേഷം. മലയാളത്തിന്റെ മാണിക്യം, മലയാളക്കരമാണിക്യം കവിതകൾ എഴുതി കൂട്ടിയല്ലോ, കവിതകൾ ചൊല്ലുന്ന രീതിയിലാക്കി മനുഷ്യ മനസ്സിൽ ചേക്കേറി, കവിതകൾ അർത്ഥങ്ങൾ കുഞ്ഞു മനസ്സിൽ ആഴത്തിലായങ്ങിറങ്ങിച്ചെന്നു, ആഴത്തിലായങ്ങിറങ്ങിച്ചെന്നു. അതെ, നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് കവിതകൾ വളരെ ലളിതമായ രൂപത്തിലും ഭാവത്തിലുമാക്കി മാറ്റി മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിൽ കവിതകൾ എഴുതുകയും സ്വതസിദ്ധമായ ശൈലിയിൽ കവിതകൾ ആലപിക്കുകയും ചെയ്യുന്ന, കുഞ്ഞുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ കവിതകളെ മാറ്റിയെടുത്ത ഒരു കവിയുടെ ജീവചരിത്രമാണ്. സമയപരിധി മൂലം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കുക പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കവിയുടെ ജീവചരിത്രം നമ്മൾ വളരെ ചുരുക്കിയാണ് ഈ ഒരു 58 വർഷക്കാലം പറഞ്ഞു തീർക്കുന്നത്. ഞങ്ങളുടെ കഥ നടക്കുന്നത് അങ്ങ് ഡൽഹിയിലല്ല, അല്ലേ? ഇങ്ങ് തെലങ്കാനയിൽ അല്ല, പിന്നെ എവിടെയാണ്? അങ്ങ് ദൂരെ മാമലകൾക്കപ്പുറത്താണ്. കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലുള്ള കഥക്കടയിലെ അധികം പ്രശസ്തമല്ലാത്ത എന്നാൽ പച്ച പിടിച്ച പുൽപ്പാടങ്ങളും വയലാരണ്യങ്ങളും ഒക്കെ ഉള്ള കുച്ചപ്പുറം എന്ന ഗ്രാമത്തിലാണ് നമ്മുടെ കഥാനായകൻ ജനിച്ചത്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു കുച്ചപ്പുറം എന്ന ഗ്രാമമുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ചു കുച്ചപ്പുറം എന്ന ഗ്രാമമുണ്ട്, കൊച്ചു കുച്ചപ്പുറം എന്ന ഗ്രാമമുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, ഞങ്ങൾ നിങ്ങളെ ഏകദേശം 58 വർഷങ്ങൾക്ക് മുൻപുള്ള
കുച്ചപ്പുറം എന്ന ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതേ കുച്ചപ്പുറം എന്ന ഗ്രാമത്തിൽ 1967 മെയ് 25 ഇടിയും മിന്നലും ഒക്കെയുള്ള കോരിച്ചെരിയുന്ന മഴയത്താണ് രാമപിള്ള ചേട്ടനും കാർത്തികേയനമ്മയ്ക്കും ആ അത്ഭുത ബാലൻ ജനിച്ചത്. ആര്? അത്ഭുത ബാലനോ? വെറും അത്ഭുത ബാലനല്ല, കാട്ടാക്കടയുടെ മുത്ത്, മലയാളക്കരയുടെ സ്വത്ത്, മലയാള മിഷന്റെ നെടുന്തൂൺ. കാട്ടാക്കടയുടെ മുത്താണ് ഇവൻ, മലയാളം മിഷന്റെ സ്വത്താണ്. അതെ, മലയാളം മിഷന്റെ സ്വത്താണ്. ആരു പറഞ്ഞാലും നേരു പറഞ്ഞാലും ഞങ്ങളുടെ മാത്രം സ്വത്താണ്. ഇത് ഞങ്ങളുടെ സ്വന്തം മുത്താണ്. ഇത് ഞങ്ങളുടെ സ്വന്തം മുത്താണ്. രാമേട്ടനും കാർത്തികേയനിയമ്മയും ആ കുഞ്ഞു ബാലന് മുരുകൻ എന്ന പേരിട്ടു. സാക്ഷാൽ ഭഗവാന്റെ നാമം. അച്ഛന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ കണ്ണിലുണ്ണിയായി നമ്മുടെ കുഞ്ഞു മുരുകൻ അങ്ങ് വളർന്നു. അച്ഛന് നല്ല ജോലിയായതുകൊണ്ട് തന്നെ ചെറുപ്പകാലത്ത് മുരുകൻ കഷ്ടപ്പാടൊന്നും അറിഞ്ഞിട്ടില്ല. തുള്ളിക്കളിച്ചു നടന്നു മുരുകൻ, നാട്ടിലും വീട്ടിലും കണ്ണിലുണ്ണി. കഷ്ടപ്പാടെന്തെന്നറിഞ്ഞിട്ടില്ല, പട്ടിണിയൊട്ടും ഇരുന്നിട്ടില്ല, പട്ടിണിയൊട്ടും ഇരുന്നിട്ടില്ല. അതെ, മുരുകന്റെ വീട്ടിൽ ആ ഒരു സമയത്ത് കഷ്ടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ തന്നെയാണ് മുരുകന്റെ ചെറുപ്പകാലം കടന്നുപോയത്. എന്നാൽ അധികം നാൾ അത് നീണ്ടു നിന്നില്ല. മുരുകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടം. അന്ന് മുരുകനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ഉച്ച സമയത്ത് മുരുകന്റെ മാമൻ സ്കൂളിലേക്ക് എത്തി. ആ സമയത്ത് മാമൻ വന്നതുകൊണ്ട് തന്നെ എന്തിനാണ് ഈ ഒരു സമയത്ത് എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതെന്ന് മുരുകൻ പല ആവർത്തി മാമനോട് ചോദിച്ചു. എന്നാൽ മാമൻ അവന് മറുപടി ഒന്നും നൽകിയില്ല. മൗനമായിരുന്നു മറുപടി. മുരുകന്റെ ആ ഒരു കുഞ്ഞു ബുദ്ധിയിൽ മുരുകനെ വീട്ടിൽ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി. വീട്ടിലേക്കുള്ള ആ ഒരു സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള ആ ഒരു പാടവരപ്പിലൂടെ മുരുകൻ വേഗത്തിൽ തന്നെ ഓടി. വീടിനോട് അടുക്കും തോറും വീടിനടുത്ത് പലരും കൂട്ടം കൂട്ടമായി നിന്ന് എന്തൊക്കെയോ തിറുവിറുക്കുന്നുണ്ട്. മുരുകന്റെ സംശയം വർദ്ധിച്ചു. അവൻ വീട്ടിലേക്ക് ഓടിക്കയറി. വീടിനകത്തേക്ക് ഓടിക്കയറി അവൻ എല്ലാവരും കൂട്ടം കൂട്ടമായി നിന്ന് കെട്ടിപ്പിടിച്ചെന്ന് കരയുന്നതൊക്കെയാണ് കാണുന്നത്. ആ ഒരു സമയത്ത് അവൻ അതിനിടയിലേക്ക് നോക്കിയപ്പോൾ അതാ അച്ഛനെ വെള്ളപുതച്ച് കിടത്തിയിരിക്കുന്നു. മുരുകൻ പെട്ടെന്ന് തന്നെ ഒരു നിമിഷം പകച്ചു പോയതുപോലെയായി. അവന്റെ തൊണ്ടയിടറി. കണ്ണിൽ നിന്നും കണ്ണുനീർ വരാത്തതുപോലെ ഒരു നിമിഷം അവൻ നിശ്ചലനായിപ്പോയി. തന്റെ സുബോധം വീണ്ടെടുത്തതിന് ശേഷം അവൻ ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരഞ്ഞു. അച്ഛൻ തെളിച്ചൊരാ ജീവിത പാതയിൽ കാൽ തട്ടി ഞാനിന്നു വീണുപോയി. കൈ പിടിച്ചെഴുന്നേൽപ്പിക്കുവാനാ ക്ഷണം അച്ഛനെത്തുമെന്നോർത്തുപോയി. അച്ഛൻ വരികയില്ലെന്നുള്ള സത്യം ഓർത്തപ്പോൾ ഞാനങ്ങു നിശ്ചലനായി. ജീവിതപാതയിൽ അച്ഛനും അമ്മയും വിട്ടു പിരിയുന്ന നേരം വരെ സൗഭാഗ്യസുന്ദരമീ ജീവിതം, സൗഭാഗ്യസുന്ദരമീ ജീവിതം. മുരുകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് രാമേട്ടൻ അവനെ വിട്ടുപിരിഞ്ഞ് പരലോകം പോകിയത്. ആ ഒരു സംഭവം മുരുകനെ വല്ലാതെ പിടിച്ച് ഉലച്ചിരുന്നു. അച്ഛന്റെ മരണശേഷം അമ്മയും ജ്യേഷ്ഠ സഹോദരനുമാണ് മുരുകന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. അച്ഛന്റെ സ്ഥാനം ജ്യേഷ്ഠനു നൽകി അമ്മായവനു തുണയായി. ആറാമനെങ്കിലും ഞങ്ങളുടെ മുത്തു നീ ഒന്നാമനായി ജയിച്ചു.
നിന്നും മുരുകന് കിട്ടിയ ഏറ്റവും വലിയ സ്വത്താണ് വായനാശീലം. ഒഴിവുള്ളപ്പോഴെല്ലാം രാമേട്ടൻ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു. ചെറുപ്പം മുതലേ നമ്മുടെ മുരുകനും ഒരു പുസ്തകപ്പുഴുവായിരുന്നു. അച്ഛന്റെ ഒപ്പം കൂടി നടന്നു പുസ്തക വായന ശീലമാക്കി. വായനാശീലം നല്ലതാണ്, വായിച്ചുമെഴുതിയും വളരേണം, വായിച്ചുമെഴുതിയും വളരേണം. പ്രിയ സുഹൃത്തുക്കളെ, ഇപ്പോൾ നമ്മുടെ മുരുകൻ 7ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിൽ എത്തി നിൽക്കുകയാണ്. പണ്ടത്തെ കാലഘട്ടം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. വളരെ ദൂരം കാൽനടയായി സഞ്ചരിച്ചതിന് ശേഷം മാത്രമേ ഓരോരുത്തർക്കും നമ്മുടെ പള്ളിക്കൂടങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. നമ്മുടെ മുരുകനും അങ്ങനെ തന്നെയായിരുന്നു. വളരെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് മുരുകൻ സ്കൂളിൽ എത്തിയിരുന്നത്. അച്ഛന്റെ മരണശേഷം പട്ടിണി എന്തെന്നും ദാരിദ്ര്യം എന്തെന്നും ഒക്കെ നമ്മുടെ മുരുകൻ അറിഞ്ഞു തുടങ്ങിയ കാലഘട്ടം. പണ്ട് കാലങ്ങളിൽ ഉച്ചഭക്ഷണം പൊതിഞ്ഞു കെട്ടി സ്കൂളിൽ കൊണ്ടുപോകുന്ന പതിവൊന്നുമില്ലല്ലോ. നിങ്ങൾക്കിവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കെല്ലാം അതറിയാം. നമ്മുടെ 7ാം ക്ലാസ് വരെ മാത്രമേ നമുക്ക് ഉച്ചക്കഞ്ഞി ലഭ്യമായിരുന്നുള്ളൂ. 8ാം ക്ലാസ് മുതൽ ഉച്ചക്കഞ്ഞി ലഭ്യവും ആയിരുന്നില്ല. വയറു വിശന്നു കരയാതിരിക്കാൻ കൊണ്ടു മുറുക്കിയൊടുത്തു മുരുകൻ. അമ്മായവരെ നോക്കുവാനായി ചന്തയിൽ പോയി പണിയെടുത്തു, ചന്തയിൽ പോയി പണിയെടുത്തു. അതെ സുഹൃത്തുക്കളെ, കാശുള്ളവർ കൂട്ടം കൂട്ടമായി മറ്റ് കടകളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സമയത്ത് തന്റെ വിശപ്പകറ്റുവാനായി സ്കൂളിൽ നിന്നും കുറച്ച് ദൂരെ അകലെയുള്ള ഒരു പൈപ്പ് ലക്ഷ്യമാക്കി നമ്മുടെ മുരുകനും നടന്ന് പോകുമായിരുന്നു. റോട്ടും വക്കത്തെ പൈപ്പിൽ ചുവട്ടി നട്ടു, റോട്ടും വക്കത്തെ പൈപ്പിൽ ചുവട്ടി നട്ടുച്ച നേരത്തു ഞാൻ നിന്നു. പൈപ്പിൽ കോലു പിടിച്ചമർത്തി വെള്ളത്തിനായി കൈകൾ കൂപ്പി. അതെ, നമ്മുടെ മുരുകൻ ആ നട്ടുച്ച സമയത്ത് വിശപ്പകറ്റുവാനായി വെള്ളത്തിനായി കൈകൾ കൂപ്പി നിൽക്കുമായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് ഈ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളോടായിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ആരെങ്കിലും അന്നത്തെ ഞങ്ങളുടെയൊക്കെ എന്നെക്കാളും പ്രായമുള്ളവരുടെയൊക്കെ എൻ്റെ കാലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ കുഴൽക്കിണറുകളിലെ വെള്ളം അതിന് മുൻകളിൽ വെക്കുന്ന ആ ഒരു പൈപ്പ്, അത് നമ്മൾ നല്ലപോലെ ബാക്കി പിടിച്ചമർത്തിയാൽ മാത്രമേ നമുക്ക് വെള്ളം കിട്ടുകയുള്ളൂ അല്ലേ? അല്ലാതെ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേരെ മാതിരി നേരെ പോയി പൈപ്പിന്റെ അടിയിൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കിട്ടുന്നൊരു പതിവില്ല. ഇപ്പൊ സെൻസറായി ചെല്ലുക, കൈവയ്ക്കുക, വീടിന്റെ അകത്ത് പോലും ബാത്റൂം. നമ്മള് ആ ഒരു പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെ നമ്മുടെ ഈ മക്കളെ പഠിപ്പിച്ചു കൊടുക്കണം. മലയാള ഭാഷാ പഠനത്തിനോടൊപ്പം നമ്മുടെ പണ്ട് കാലങ്ങളിലുള്ള നമ്മുടെ സംസ്കാരവും നമ്മുടെ ആ അനുഭവവും പറഞ്ഞു കൊടുക്കണം. പോക്കറ്റ് മണി ചോദിക്കുമ്പോൾ 500 ചോദിച്ചാൽ 1000 എടുത്തു കൊടുക്കും മക്കൾക്ക്. അല്ല, അന്നത്തെ കാലത്തെ പട്ടിണിയിലോട്ട് നമ്മൾ ഒന്ന് തിരിഞ്ഞു നോക്കുക. ഈ ഒരു കഥയിലൂടെ മാത്രമല്ല നമ്മളത് തിരിഞ്ഞു നോക്കേണ്ടത്. പതിയെ വരുന്ന വെള്ളത്തെ ഒന്ന് ആർത്തിയോടെ അകത്താക്കി കൂട്ടുകാരവർ കണ്ടോ എന്ന് പെട്ടിച്ചരണ്ടു തിരിഞ്ഞു നോക്കി, പെട്ടിച്ചരണ്ടു തിരിഞ്ഞു നോക്കി. അതെ, നമ്മുടെ മുരുകൻ തന്റെ ദാരിദ്ര്യം കൂട്ടുകാരെ അറിയിക്കാൻ സന്നദ്ധനായിരുന്നില്ല. അത് മുരുകൻ മാത്രമല്ല, ഞാനാണെങ്കിൽ അങ്ങനെ തന്നെ. നമ്മളെവിടെ പോവാണെങ്കിലും എല്ലാം മേലെല്ലാം നടക്കണം, കാശില്ല എന്ന് മറ്റവരെ അറിയിക്കാൻ പാടില്ല. അതെല്ലാവരുടെയും സ്വഭാവം അങ്ങനെ തന്നെയാണ്. നമ്മുടെ മക്കളെയും നമ്മൾ പഠിപ്പിക്കേണ്ടത് അത് തന്നെയാണ്. എനിക്ക് ഈ ഒരു സമയത്ത് അത് തന്നെയാണ് പറയാനുള്ളത്. മുരുകൻ തന്റെ കൂട്ടുകാർ സ്കൂളിൽ നിന്നും തിരിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന കൂട്ടുകാർ സ്കൂളിലേക്ക് പോകുന്നവർ താൻ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എത്തുമോ എന്ന് പേടിച്ച് ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിച്ച് ഓടി സ്കൂളിലേക്ക് പോകുമായിരുന്നു. ആരെങ്കിലും അത് കണ്ടോ എന്ന് അവൻ പേടിച്ച് തിരിഞ്ഞു നോക്കുമായിരുന്നു. വെള്ളം കുടിക്കുമ്പോ പോലും റോട്ടും വക്കത്തെ പൈപ്പിൽ ചുവട്ടി നട്ടുച്ച നേരത്തു ഞാൻ നിന്നു. പൈപ്പിൽ കോലു പിടിച്ചമർത്തി വെള്ളത്തിനായി കൈകൾ കൂപ്പി. പതിയെ വരുന്ന വെള്ളത്തെ ഒന്ന് ആട്ടിയോടെ അകത്താക്കി
പോയിരുന്ന നമ്മുടെ മുരുകനെയും കാത്ത് ഒരു പ്ലേറ്റ് കപ്പയുമായി അമ്മ ഇരിക്കുമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരോടും ചേട്ടന്മാരോടൊക്കെ ഞാൻ ചോദിക്കുക, നമ്മളും സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ബർഗർ, പിസ്സ എന്തൊക്കെ ഉണ്ടികളെ വെക്കാറ് അല്ലേ? അവിടെയൊന്നും നിങ്ങൾ കണ്ടിട്ടേ ഇല്ലല്ലോ. ഇല്ല, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഒന്നെങ്കിൽ സ്കൂളിൽ നിന്ന് കിട്ടുന്ന കഞ്ഞിയും പയറും, ഇല്ലെങ്കിൽ കപ്പ. അത് നമ്മുടെ വീട്ടിൽ വെറുതെ കിട്ടുന്ന കാരണം ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു. കപ്പയും ചമ്മന്തി, ഇല്ലെങ്കിൽ കപ്പയും മീൻകറി. പിന്നെ കപ്പയെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും ഈ കപ്പ ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം നമ്മുടെ അമ്മയുടെ രുചി മനസ്സിലുള്ളത് കൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഈ കഥയിലെ കഥാനായകനും. നമ്മുടെ ഈ മുരുകൻ വീട്ടിലേക്ക് ഓടി വന്ന് കപ്പ കഴിക്കുമ്പോ അമ്മ ഉപ്പിട്ട് പുഴുങ്ങിയില്ല എങ്കിലും അമ്മയുടെ കണ്ണുനീർ വീണ് കുതിർന്ന ആ കപ്പയില് അവന് ഉപ്പ് കക്കുന്നത് പോലെ തോന്നുമായിരുന്നു. കപ്പ പുഴുക്കെ മറക്കില്ല നിന്നെ ഞാൻ, മണ്ണോട് മണ്ണ് ചെന്നാലും പട്ടിണിക്കാലം മറക്കാതിരിക്കാൻ ഒരു നാളും നിന്നെ മറക്കില്ല ഞാൻ, ഒരു നാളും നിന്നെ മറക്കില്ല ഞാൻ. അതാ നമ്മുടെ കുഞ്ഞ് മുരുകൻ വളർന്നപ്പോൾ കൗമാരപ്രായത്തിൽ എത്തി നിൽക്കുകയാണ്. ഏതൊരു കൗമാരപ്രായക്കാരനെയും പോലെ നമ്മുടെ മുരുകനും ഉണ്ടായിരുന്നു പ്രണയങ്ങൾ. ഒന്നല്ല രണ്ടല്ല, വളരെയധികം പേർ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും നമ്മുടെ മുരുകൻ ഒരു കൊച്ച് കള്ളകൃഷ്ണനായിരുന്നെന്ന്. എന്നാൽ മുരുകൻ ഒരു കൊച്ച് കള്ളകൃഷ്ണനായിരുന്നില്ല. ഇപ്പോഴത്തെ നമ്മുടെ ന്യൂജൻ പിള്ളേർ പറയുന്നത് പോലെ നമ്മുടെ മുരുകനുണ്ടായിരുന്ന പ്രണയങ്ങളെല്ലാം വൺ സൈഡ് പ്രണയങ്ങളായിരുന്നു. എന്ത് വൺ സൈഡ് പ്രണയമോ? അതെ, മുരുകനായിരുന്നു നൂറുകണക്കിന് പെൺകുട്ടികളുടെ പുറകെ നടന്ന് പ്രണയിച്ചിരുന്നത്. എന്നാൽ അത് തുറന്നു പറയാൻ അവന് പേടിയായിരുന്നു. തിരിച്ചറിഞ്ഞവർ പോലും ചുക്കിനോ ചുണ്ണാമ്പിനോ പോലും അവനെ തിരിഞ്ഞു നോക്കിയില്ല. പിന്നീട് ആ പ്രണയം വേണ്ടെന്ന് വെച്ച് ഒരു പുസ്തക പുഴുവായി മാറിയിരുന്നു. കൗമാരപ്രായത്തിൽ തോന്നുന്നൊരിഷ്ടങ്ങൾ പിന്നീട് നമ്മൾക്ക് തോന്നുകയില്ല. പ്രളയത്തിൻ ഭാവങ്ങൾ പിന്നീട് അങ്ങോട്ട് കണ്ടത്തിൽ ചുറ്റുന്ന സർപ്പമാകും. സത്യങ്ങൾ നേരിട്ടറിഞ്ഞ മുരുകൻ പിന്നീട് പുസ്തക പ്രേമിയായി, പിന്നീട് പുസ്തക പ്രേമിയായി. മുരുകനെ തിരിച്ച് പ്രണയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ലെന്നാണ് മുരുകൻ കരുതിയിരുന്നത്. എന്നാൽ സത്യം അതായിരുന്നില്ല. മുരുകന്റെ അയൽപ്പക്കത്തെ വീട്ടിൽ ഒരു കൊച്ചു സുന്ദരി താമസിച്ചിരുന്നു. മുരുകനോടൊപ്പമായിരുന്നു അവൾ സ്കൂളിൽ പോയിരുന്നതും തിരിച്ച് വന്നിരുന്നതും. ചെറുപ്പം മുതൽക്കേ അവൾക്ക് മുരുകനെ ഇഷ്ടമായിരുന്നു. എന്നാൽ സൗഹൃദത്തിൽ കൂടുതലായി ഒരു കുട്ടിയോട് മുരുകന് പ്രണയമൊന്നും തോന്നിയിരുന്നില്ല. പ്രണയത്തിൻ വാതിൽ തുറന്നിട്ടവളെന്നും മുരുകനു വേണ്ടി കാത്തിരുന്നു, മുരുകനു വേണ്ടി കാത്തിരുന്നു. അതെ, അവൾ അവനെ പ്രണയിക്കുകയായിരുന്നു. എന്നാൽ തുറന്നു പറയാൻ അവൾ മടിച്ചു. പ്രണയത്തെ ഉപേക്ഷിച്ച് പുസ്തകപ്പുഴുവായി മാറിയ മുരുകൻ പഠനത്തിൽ ഒട്ടും പുറകിലായിരുന്നില്ല. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം. അന്നായിരുന്നു ഒരു കവിതാരചനാ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിക്കൊണ്ട് എഴുത്തിന്റെ ലോകത്തിലേക്ക് ആദ്യമായി മുരുകൻ കാൽവെപ്പ് നടത്തിയത്. പിന്നീട് ഇടയ്ക്കൊക്കെ എഴുതുമായിരുന്നെങ്കിലും പൂർണ്ണമായും എഴുത്തിന്റെ ലോകത്തിലേക്ക് അപ്പോഴും നമ്മുടെ കഥാനായകൻ എത്തപ്പെട്ടിരുന്നില്ല. പുസ്തകത്താളിനെ പ്രണയിച്ചിടുക നാം ലോകസുഖങ്ങളിൽ മുഴുകിടാതെ, കുഞ്ഞുണ്ണി മാഷുകൻ വാക്കുകൾ ഓർത്തിടാം, വായനാശീലം വളർത്തിടുവാൻ, വായനാശീലം വളർത്തിടുവാൻ. ഉയർന്ന വിദ്യാഭ്യാസത്തിന് ശേഷം പ്രത്യേകിച്ച് ജോലിയൊന്നും ലഭിക്കാത്തതിനാൽ ട്യൂഷൻ എടുത്ത് നടക്കുന്ന കാലമായിരുന്നു. അന്നായിരുന്നു അത് സംഭവിച്ചത്. പേടി ലവലേശമില്ലാതെ ലേഖ തന്റെ പ്രണയം മുരുകനോട് തുറന്നു പറഞ്ഞു. നീ എന്നോട് പറ ഐ ലവ് യു എന്ന്.
കല്യാണ പ്രായം കടന്നുപോയി, പെണ്ണിനെ കിട്ടാനായി വഴിയുമില്ല. കല്യാണം വേണ്ടെന്നു വയ്ക്കാൻ വയ്യ, മുക്കില് പല്ല് മുളയ്ക്കാറായി. പാൽവെണ്ണ പോലൊരു പെണ്ണു വന്നാൽ വേണ്ടെന്നു വെക്കേണ്ട കാര്യമെന്താ? വേണ്ടെന്നു വെക്കേണ്ട കാര്യമെന്താ? അതെ, നമ്മുടെ കഥാനായകനും ലേഖയോട് മെല്ലെ മെല്ലെ പ്രണയം തോന്നി തുടങ്ങി. രണ്ട് വീടുകളും അടുത്തായത് കൊണ്ട് തന്നെ അവരുടെ പ്രണയത്തിനധികം ആയുസ് ഉണ്ടായിരുന്നില്ല. ഇരുവരുടെയും പ്രണയം കാട്ടുതീ പോലെ പടർന്നു. ലേഖയുടെ സഹോദരനും മുരുകന്റെ സുഹൃത്തും ഒന്നായിരുന്നു. ആ ഒരു സുഹൃത്തും ലേഖയുടെ വീട്ടുകാരും ഈ ഒരു പ്രണയത്തെ വളരെ ശക്തമായി തന്നെ എതിർത്തു. അവർ ലേഖയെ നാടുകടത്തി, ഒളിപ്പിച്ച് താമസിപ്പിച്ചു. അക്കാലത്ത് തന്നെയാണ് നമ്മുടെ മുരുകന് സർക്കാർ ജോലി ലഭിച്ച് നാട്ടിൽ നിന്നും കുറച്ച് ദൂരെ അങ്ങ് മാറിയുള്ള ഒരു മറുനാട്ടിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വന്നത്. എന്നിരുന്നാലും തങ്ങളുടെ പ്രണയം കത്തിലൂടെ അവർ പരസ്പരം പങ്കുവച്ചു. പ്രണയിക്കുവാനവകാശമില്ലാതെ പിരിയുവാനാണോ വിധി? കാത്തിരിക്കാം നിനക്കായെന്ന വാക്കുകൾ വെറുതെയായി പോയിടുമോ? എൻ സഖി ഞാനിതാ കാത്തു നിൽക്കൂ, നിന്നിൽ ലയിക്കുവാനായി, നിന്നിൽ ലയിക്കുവാനായി. അധികം നാൾ അവരെ പിരിച്ചു നിർത്താൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ലേഖയുടെ വീട്ടുകാർ അവരുടെ കല്യാണത്തിന് പച്ചക്കൊടി കാട്ടി. സന്തോഷം കൊണ്ടവൾ തുള്ളിച്ചാടി. മതിമറന്ന് തുള്ളിച്ചാടി അവളുടെ തല കഴുക്കോലിൽ തട്ടി. പതുക്കോ അവൾ നിലത്ത് വീണു. ആ വീഴ്ചയിൽ അതാ നിലമഴുകിയ ചാണപ്പറ്റകൾ അടർന്നുപോയി. വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ ബോധവും പോയി. മുരുകന്റെ 30-ാം വയസ്സിൽ അവർ വിവാഹിതരായി. പ്രിയതമ എഴുത്തിന്റെ കാര്യത്തിൽ കട്ടയ്ക്ക് കൂടെ നിന്നതുകൊണ്ട് തന്നെ വല്ലപ്പോഴും എഴുതിയിരുന്ന മുരുകൻ വിവാഹശേഷം എഴുത്ത് ഒരു ശീലമാക്കി. ഒരു കൈയിൽ ലേഖയും മറുകയിൽ കവിതയും എടുത്തിട്ട് അമ്മാനം പാടിക്കൊണ്ടിരുന്നു. മുരുകന്റെ എഴുത്തിലെ തെറ്റുകൾ ലേഖ തിരുത്തിക്കൊണ്ടേയിരുന്നു. നല്ലതെന്നും ചീത്തയെന്നും ലേഖ തരംതിരിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ മുരുകൻ നല്ലൊരു എഴുത്തുകാരനായി മാറി. ചുറ്റിക്കവിതയെ വട്ടം തിരിഞ്ഞ് 100ഓളം കവിതകൾ എഴുതിക്കൂട്ടി. പേപ്പറിൽ ഭാരങ്ങൾ കൂടി വന്നു, ചിതറിത്തെറിച്ചോര പേപ്പറെല്ലാം മുളയിൽ അങ്ങിങ്ങൾ കൂട്ടിയിട്ടു. ശ്രദ്ധയിട്ടാരുമേ തന്നുമില്ല, കവിതകളാരുമേ ശ്രദ്ധിച്ചില്ല, കവിതകളാരുമേ ശ്രദ്ധിച്ചില്ല. അതെ, നമ്മുടെ മുരുകൻ 100ഓളം കവിതകൾ എഴുതിക്കൂട്ടി. എന്നാൽ ഇപ്പോഴത്തെ ഭാഷയിൽ നൂജൻ പിള്ളേ പറയുന്നത് പോലെ ഒരു കവിത പോലും ഹിറ്റായില്ല. തനിക്ക് മറ്റുള്ളവരോട് പറയാനുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്ന ഒന്നാണ് തന്റെ തൂലികയെന്ന് മുരുകൻ എപ്പോഴും പറയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രധാന അധ്യാപകനായി പല സ്കൂളുകളിലും ജോലി ചെയ്തു പോന്നു. നല്ല സന്തോഷകരമായ ജീവിതമായിരുന്നു പിന്നീട് അങ്ങോട്ട്. അക്കാലത്ത് ഇരുവരുടെയും ഇടയിലേക്ക് ഒരു കുഞ്ഞു മുരുകൻ പിറന്നു വീണു. ലേഖയും മുരുകനും ആ കുഞ്ഞിന് അദ്വൈത് എന്ന പേരിട്ടു. അച്ഛനേക്കാൾ മിടുക്കനായിരുന്നു നമ്മുടെ അദ്വൈതം. എന്നാൽ അച്ഛനെ പോലെ ഒരു എഴുത്തുകാരനാവാൻ അവൻ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സന്തോഷം അവർക്കിടയിൽ അലയടിച്ചുയർന്നു. എന്നാൽ ആ സന്തോഷം അധികം നാൾ നീണ്ടു നിന്നിരുന്നില്ല. മുരുകൻ പ്രാണന തുല്യം സ്നേഹിച്ചിരുന്ന അവന്റെ അമ്മ
അവനെ വിട്ടുപിരിഞ്ഞ് അച്ഛൻ്റെ അടുത്ത്. അച്ഛൻ പോയതിനു ശേഷം എല്ലാം അവന്റെ അമ്മയായിരുന്നു. അമ്മയുടെ മരണം മുരുകനെ വല്ലാതെ തളർത്തിക്കളഞ്ഞിരുന്നു. ആ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറുവാൻ മുരുകന് വളരെ നാള് വേണ്ടി വന്നു. അമ്മയാണെന്റെ ജീവവായു, അമ്മയെ പിരിയുവാൻ പേടിയാണ്. അമ്മയാണെപ്പോഴും എന്റെ ബലം, ഇപ്പോഴെനിക്കെന്തോ പേടി പോലെ. ഇനി എന്തു വേണമെന്നറിയുകില്ല, നേർവഴി കാട്ടുവാൻ അമ്മയില്ല. ഇനി അമ്മ എന്നോട് നോവു മാത്രം, ഇനി അമ്മ എന്നോട് നോവു മാത്രം. അച്ഛന്റെ വേർപാടിൽ ദുഃഖിച്ച് തളർന്നിരുന്ന മുരുകന് താങ്ങും തണലുമായി ലേഖ നിലകൊണ്ടു. മുരുകന്റെ ജീവന്റെ പാതിയായ ലേഖയ്ക്ക് മാത്രമേ ആ ഒരു ദുഃഖത്തിൽ നിന്നും കരകയറ്റുവാൻ സാധിക്കുമായിരുന്നു. ലേഖയുടെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രം മുരുകൻ വീണ്ടും എഴുത്തിന്റെ ലോകത്തിലേക്ക് തിരിഞ്ഞു. ലേഖ കൂടെ കൂടിയ ശേഷം വച്ചടി കയറ്റമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും വീട്ടിലെ കോണിപ്പടികളായിരുന്നു. അല്ല, അത് വെറും പടികളായിരുന്നില്ല, വിജയത്തിന്റെ അണിപ്പടികളായിരുന്നു അതെല്ലാം. പൊതു വിദ്യാഭ്യാസത്തിന്റെ പല ഉന്നത സ്ഥാനങ്ങളും കൈകാര്യം ചെയ്യാൻ നമ്മുടെ കഥാനായകനെ കൊണ്ട് സാധിച്ചു. കവിതകൾ മറന്ന് സാധാരണ ജനങ്ങൾ സിനിമാ ഗാനങ്ങളെയും ആൽബങ്ങളെയും സ്നേഹിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ സാധാരണ ജനങ്ങൾ കവിതകളെ ഉപേക്ഷിച്ചു എന്ന് തോന്നിയ ആ ഒരു സമയത്ത് കവിതയുടെ ദൃശ്യ ശ്രാവ്യ സാധ്യതകളെ കണ്ടെത്തി 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള മെഗാ സ്റ്റേജ് പോയട്രി ഷോ അവതരിപ്പിച്ചതും നമ്മുടെ കഥാനായകനാണ്. പടികൾ ചവിട്ടിക്കയറി മുരുകൻ അശ്വമേധത്തെ പാഞ്ഞുപോയി. സ്ഥാനമാനങ്ങളോ തേടിയെത്തി, സമ്മാനങ്ങൾ കുറെ വാരിക്കൂട്ടി. ഞാനെന്ന ഭാവങ്ങളൊട്ടുമില്ല, ഞാനെന്ന ഭാവങ്ങൾ ഒട്ടുമില്ല. ഒരു വട്ടവൃക്ഷത്തിന്റെയും തണലില്ലാതെ സാധാരണ ജനങ്ങളുടെ സ്നേഹവും കരുതലും കൊണ്ടാണ് താൻ ഇന്ന് ഉള്ള ഈ ഒരു നിലയിലെത്തിയതെന്ന് എപ്പോഴും നമ്മുടെ കഥാനായകൻ പറയുമായിരുന്നു. മലയാള ഭാഷയിൽ ബിരുദാനന്തര ബിരുദം എടുക്കണമെന്നായിരുന്നു മുരുകന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ സംഗീത കോളേജിൽ ചേർന്ന് സംഗീതം പഠിക്കണമെന്നും ആഗ്രഹമെന്നായിരുന്നു. എന്നാൽ ഈ 2 ആഗ്രഹവും നടന്നില്ല. പക്ഷേ ഈ 2 ആഗ്രഹവും നടക്കാത്തത് കൊണ്ടായിരിക്കാം താനൊരു കവിയായി മാറിയതെന്നും കവിതകൾ ഇതുപോലെ ഉറക്കെ ചൊല്ലുന്നതെന്നും പല അഭിമുഖങ്ങളിലും നമ്മുടെ കഥാനായകൻ പറയാറുണ്ട്. തന്റെ ആഗ്രഹങ്ങൾ നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കഥാനായകൻ അദ്വൈതിനെ അവന്റെ ഇഷ്ടത്തിന് മെഡിസിൻ പഠിക്കാനായിട്ട് ചേർത്തു. ഇപ്പോൾ നമ്മുടെ അദ്വൈത് ഒരു MBBS ഡോക്ടറാണ്. പല ഉന്നത സ്ഥാനങ്ങളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും മുരുകൻ എന്ന കവിയെ നമുക്കിടയിൽ ജനങ്ങൾക്കിടയിൽ, സാധാരണ ജനങ്ങൾക്കിടയിൽ മാത്രമല്ല എല്ലാവർക്കിടയിലും പ്രശസ്തനാക്കിയത് അദ്ദേഹത്തിന്റെ കന്നഡ എന്ന കവിതയാണ്. കന്നഡ എന്ന കവിതയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കഴിഞ്ഞ ഡിസംബർ 4-ന് കന്നഡ എന്ന കവിത ജനഹൃദയങ്ങൾ കീഴടക്കിയിട്ട് 25 വർഷം തികഞ്ഞിരിക്കുകയാണ്. കന്നഡ എന്ന കവിത നമുക്ക് മുൻപിൽ ആലപിക്കുന്നത് ശ്രീ ബിനു MJ. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. ഭംഗിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. എല്ലാവർക്കും തിമിരം, നമ്മൾക്കെല്ലാവർക്കും തിമിരം. ഭംഗിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. കന്നഡ എന്ന കവിതയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ വളരെയധികം കവിതകൾ ജനപ്രീതി ആർജിച്ചു. രേണുക എന്ന കവിത അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ കവിതയാണ്. അത് നമുക്കായി ഇവിടെ ആലപിക്കുന്നത് ശ്രീ സുധി.
രേണുകേ നീരാഗരേണു കിനാവിന്റെ നീലക്കടമ്പിൽ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലതെറ്റി വീണ രണ്ടിലകണങ്ങൾ നിലതെറ്റി വീണ രണ്ടിലകണങ്ങൾ. യുദ്ധത്തിന്റെ ഭീകരത വിളിച്ചോതുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രശസ്തമായ കവിതയാണ് ബാഗ്ദാദ്. നമുക്കായി ഇവിടെ ആലപിക്കുന്നത് ഏഞ്ചലിൻ മേരി ബിനു. മണലു കരിഞ്ഞു പറക്കുന്നേന്ദ്ര കാക്കമലർന്നു പറക്കുന്നു. മണലു കരിഞ്ഞു പറക്കുന്നേന്ദ്ര കാക്കമലർന്നു പറക്കുന്നു. താഴി തുടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. താഴി തുടിയിൽ തലകീറി ചുടുചോരയൊലിക്കും ബാല്യങ്ങൾ. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞൊരറബി കഥയിലെ ബാഗ്ദാദ്. ഇതു ബാഗ്ദാദാണമ്മ പറഞ്ഞൊരറബി കഥയിലെ ബാഗ്ദാദ്. കർഷക ആത്മഹത്യകൾ പെരുകുന്ന സമയത്ത് അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് ഒരു കർഷകന്റെ ആത്മഹത്യാക്കുറിപ്പ്. നമുക്കായി ആലപിക്കുന്നത് പഞ്ചമി ബിഭു. ഇത് പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക. മാർക്സിസം എന്ന ആശയത്തെ വളരെ ലളിതമായി കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് മനുഷ്യനാകണം. ചോപ്പ് എന്ന ചിത്രത്തിന് വേണ്ടി അദ്ദേഹം രചിച്ച ഒരു കവിത കൂടിയിട്ടാണ് ഇത്. നമുക്കായി ഇത് ആലപിക്കുന്നത് 4 വയസ്സ് മാത്രം പ്രായമുള്ള ഐവ മോൾ. ആൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. നമ്മുടെ കഥയുടെ പകുതിക്ക് മുമ്പ് ഉറക്കം വന്നു തുടങ്ങിയതാ, പക്ഷെ അവള് കംപ്ലീറ്റ് ചെയ്തു. അടുത്തതായി അദ്ദേഹത്തിന്റെ പ്രശസ്തമായ മറ്റൊരു കവിതയുമായി, കനൽപ്പൊട്ട കവിതയുമായി നമ്മുടെ കുസ്മ ടീച്ചർ. നിരത്തി വെച്ച പൈകിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ച പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വെച്ച പൈകിളിയെ പോലെ ചിലർ വിറ്റു പോകുവാൻ വളർത്തി വച്ച പെൺകുരുന്നിനെ. കുഞ്ഞുമക്കൾക്കായി അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് നെല്ലിക്ക. അത് നമുക്കായി ആലപിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ സർ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ടേ, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ടേ. നന്മകൾക്കു നിറം കെടുന്നൊരു കാലമെന്നുണ്ടേ, തിന്മകൾക്കു നിറച്ചുവർണ്ണ ചന്തമെന്നുണ്ടേ. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ടേ, മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ടേ. കൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ, കൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണേ. വളരെയധികം കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുവാനായി അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് പക. പക നമുക്കായി ആലപിക്കുന്നത് കുമാരി ആമി എബിബു. ദുരമൂത്തു നമ്മൾക്കു പുഴ കറുത്തു, ചതിമൂത്തു നമ്മൾക്കു മല വെളുത്തു. തിരമുത്തമിട്ടോരു
ജൂബിലിയോടനുബന്ധിച്ച് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നമുക്കായി സമർപ്പിച്ച ഒരു കവിതയാണ് ഒരു അഭയാർത്ഥിയുടെ മരണക്കുറിപ്പ്. ആഫ്രിക്കയിൽ നിന്നും പലായനം ചെയ്യവേ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങിപ്പോയ സുഡാനിയൻ അഭയാർത്ഥികളുടെ ഓർമ്മയ്ക്ക് മുൻപിൽ അദ്ദേഹം സമർപ്പിച്ച ഒരു കവിത കൂടിയാണ് ഇത്. എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എന്റെ രാജ്യം മതം നിങ്ങൾ തിരക്കേയില്ല. എന്റെ മാംസം തിന്നിടുന്ന നല്ല മീനുകൾക്കു നന്ദി, എന്റെ രാജ്യം മതം നിങ്ങൾ തിരക്കേയില്ല. എന്റെ രാജ്യം മതം നിങ്ങൾ തിരക്കേയില്ല. കവിതയുടെ ജനകീയ പ്രചാരണത്തിന് നൽകിയ സംഭാവനകളെ മാനിച്ച് UAE ഗവൺമെന്റ് അദ്ദേഹത്തിന് ഗോൾഡൻ വിസ നൽകി ആദരിച്ചു. മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ ഗോൾഡൻ വിസയാണ് ഇത്. കവിതയെഴുത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല അദ്ദേഹത്തിന്റെ ജീവിതം. പല സിനിമകൾക്കും അദ്ദേഹം ഗാനങ്ങൾ കൂടെ രചിച്ചിട്ടുണ്ട്. നമ്മുടെ കഥാനായകൻ 2021 ഫെബ്രുവരി മാസത്തിൽ മലയാള മിഷന്റെ ഡയറക്ടറായി ചുമതലയേറ്റു. മലയാള ഭാഷയെ അത്രയധികമായി സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തിന് ലോകമെമ്പാടുമുള്ള പ്രവാസി മലയാളികൾക്കായി കേരള സർക്കാർ ഒരുക്കിയ മലയാള മിഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ നെടുന്തുണാകാൻ സാധിച്ചു. മലയാള മിഷൻ എന്ന ഭാഷാ മല ചുമന്ന് അദ്ദേഹം ഇപ്പോഴും നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ്. മലയാള ഭാഷാ സ്നേഹികൾക്കായി പലതും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കും. അതിനായി സർവേശ്വരൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. എഴുതാം നമുക്കിന്നെഴുതാം, കഥയും കവിതയും എഴുതാം. മനുഷ്യ ഹൃദയത്തിൻ കോട്ട തകർത്ത് കഥയും കവിതയും എഴുതാം. ഒന്നിച്ചു ചേർന്നിന്നെഴുതാം, കുഞ്ഞുങ്ങളെ നിങ്ങളെഴുതൂ, കഥയും കവിതയും എഴുതൂ, തോന്നുന്ന പോലെ എഴുതൂ. വായിച്ചുമെഴുതിയും വളരൂ, വായനാശീലം വളർത്തൂ. എഴുതാം നമുക്കിന്നെഴുതാം, കഥയും കവിതയും എഴുതാം. ഹൃദയത്തിൻ കോട്ട തകർത്ത് കഥയും കവിതയും എഴുതാം. ഒന്നിച്ചു ചേർന്നിന്നെഴുതാം, കുഞ്ഞുങ്ങളെ നിങ്ങളെഴുതൂ, കഥയും കവിതയും എഴുതൂ, തോന്നുന്ന പോലെ എഴുതൂ. വായിച്ചുമെഴുതിയും വളരൂ, വായനാശീലം വളർത്തൂ, വായനാശീലം വളർത്തൂ. നമ്മുടെ കഥാപ്രസംഗം അവസാനിച്ചിരിക്കുകയാണ്. ശ്രീ മുരുകൻ മാഷിയുടെ സന്നിധിനായിരിക്കുന്നത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തെ കുറിച്ച് ഞങ്ങൾ ഇവിടെ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും സാറിന് അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഞങ്ങൾ എല്ലാവരും അങ്ങേക്ക് മുമ്പിൽ താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുന്നു. എനിക്കിനി പറയാനുള്ളത് നന്ദിയാണ്. ഇത്രയും നേരം എന്റെ കഥാപ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ലൈവായി നമ്മൾ പോകുന്നുണ്ട്. ലൈവായി കാണുന്നവർക്കും ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും സാറിനും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ 2 വാക്ക്. നമ്മുടെ ഇന്ന് നമുക്കായി ഇവിടെ കീബോർഡ് വായിച്ചത് നമ്മുടെ എല്ലാവരെയും പ്രിയങ്കരനായ ശ്രീ രാധാകൃഷ്ണൻ സാറാണ്. കൺവീനറാണ്. സാർ വളരെയധികം ടൈം സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പലപ്പോഴും സ്ഥലങ്ങളിൽ നിന്ന് ഇവരൊക്കെ വന്നിട്ടാണ് നമ്മുടെ ഈ ഒരു കഥാപ്രസംഗം ട്രൈ ചെയ്തത്. ഒരു നിസംവാദ ടീമും ഇവിടെയുള്ള ടീമുമാണ്. ഇപ്പോൾ നമ്മുടെ സാറ് കീബോർഡ് ഉണ്ടെങ്കിലും ഇപ്പോഴാണ് എടുത്ത് നോക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അടുത്തായി തബല ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് കൊട്ടിപ്പടിച്ചതാണ്. ബെഞ്ചിന്റെ ഇന്നാണ് തബല. ഈ ഒരു പരിപാടിക്ക് വേണ്ടി തബല കണ്ടതാണ്. അതുപോലെ നമ്മുടെ തപ്പ് ചിഞ്ചിലും അടിച്ച 2 പേർക്ക്, പിന്നെ നമ്മുടെ കുഞ്ഞ് മക്കൾക്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് തന്നു. അതുപോലെ തന്നെ നമ്മുടെ കുസുമ ടീച്ചർ, ഇത് നമ്മുടെ ബാലേട്ടനും കൂടെ നന്ദി പറയണം. നമുക്ക് ഹാർമോണിയം സ്പോൺസർ ചെയ്ത് ബാലേട്ടനായിരുന്നു. ബാലേട്ടനും ഞാൻ ഹൃദയത്തിന്റെ ഭാഷ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അപ്പോൾ ഞങ്ങളെ ഇത്ര നേരം സഹിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. എന്റെ ചെറിയൊരു ഗാനം. മനുഷ്യനാകണം, മനുഷ്യനാകണം,
നന്ദി നന്ദി.